recording in progress. ഹലോ എവ്രിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും കുറെ കുട്ടികൾ ചോദിക്കാറുണ്ട്, സാറേ തേർഡ് വേവ് വരാറായി, അപ്പൊ എക്സാം കാണുമോ, എക്സാം മാറ്റി വെക്കുവോ, +1 എക്സാം ഒക്കെ ഉണ്ടാവുമോ എന്നുള്ള കുറെ സംശയങ്ങൾ ഇപ്പോഴും കുറെ കുട്ടികൾക്കുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, 2 ദിവസം മുമ്പായിരുന്നു കേരള എൻട്രൻസിന്റെ എക്സാമിനേഷൻ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും കേരള എൻട്രൻസ് എക്സാമിനേഷൻ കേരളത്തിൽ 14 ജില്ലകളിലും നടന്നു. അപ്പൊ ഇനി നമുക്കുള്ളത് +1 എക്സാം അല്ലെ, നമുക്ക് അവരുടെ കാര്യമല്ല, +1 എക്സാമാ. അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലും എന്ത് ചെയ്യും, സർക്കാർ ഈ എക്സാം നടത്തും എന്നുള്ളത് ഉറപ്പാണ്. അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് ഒരിക്കലും ദോഷമല്ല, നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ കുറച്ച് ക്ലാസ്സുകളെങ്കിലും കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് A+ മേടിക്കാം. 120-ൽ 60 മാർക്ക്. വേറെയും കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ SSLCയും +2 പോലെ അല്ല, ഇപ്രാവശ്യം കറക്റ്റ് 60 എഴുതാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം നിങ്ങൾക്കറിയാം, SSLCയും +2കാരും അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസമെങ്കിലും സ്കൂളിൽ പോയവരാണ്. നിങ്ങൾ അതുപോലും പോയിട്ടില്ല. നിങ്ങൾ 1 തൊട്ട് അവസാനം വരെ എന്താണ് ഓൺലൈൻ ക്ലാസ്സിൽ ഉറങ്ങിയും എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെയാണ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത് അല്ലെ. പിന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസും അതുപോലെ ട്യൂഷൻ ക്ലാസ്സസും എല്ലാം കേട്ടിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും 120-ൽ കറക്റ്റ് 60 മാർക്കിനുള്ളത് എഴുതാൻ അങ്ങനെ അവർ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ലക്കാണ്, നിങ്ങൾക്ക് ലക്കാണ് മക്കളെ. 120-ൽ 60 മാർക്ക് മേടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും അല്ലെ. ഏതെങ്കിലും ഒരു 7 ചാപ്റ്റർ പഠിച്ചോണ്ട് പോയാൽ പോരെ, സുഖമായിട്ട് കിട്ടും അല്ലെ. അപ്പം ആ 8 മാർക്ക് നോർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു അവസരമായത്. 1200-ൽ 1200 മാർക്ക് +1-ലും +2-ലും കൂട്ടി 1200-ൽ 1200 മാർക്ക് മേടിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന കുട്ടികളിലെ കുറച്ച് കുട്ടികളെങ്കിലും ഈ വീഡിയോ കാണുന്നവരായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ എന്ത് ചെയ്യാം, മുതലാക്കുക. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ള, 1 മാസം കൂടെ ഉള്ള, ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഓരോ ദിവസവും 1-2 ചാപ്റ്റർ വെച്ച് പഠിക്കുക. ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാലും കുഴപ്പമില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ഒരു വീഡിയോ ഉണ്ട്, ഇപ്പൊ ഒരു വീഡിയോ ഫിസിക്സിന്റെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അതൊരു മാക്സിമം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ, അതിന്റെ അപ്പുറത്തോട്ട് പോകുന്നില്ല അല്ലെ. ഒരു വീഡിയോ പോലും അങ്ങനെ പോകുന്നില്ല. അപ്പൊ ആ ഒരു വീഡിയോ കാണുക, പഠിക്കുക, അത് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റ് എടുക്കുക, വീണ്ടും ഒരു വീഡിയോ കാണുക. സിമ്പിൾ അല്ലേ. അങ്ങനെ വേണമെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ 3-4 ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അത്രയ്ക്കും സിമ്പിൾ ആക്കിയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, 1200-ൽ 1200 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് ഈ വീഡിയോ കാണുന്ന ഓരോ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നമുക്ക് കൂടുതലായിട്ടൊന്നും ദീർഘിപ്പിക്കുന്നില്ല, പഠിക്കുക. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നല്ല മാർക്ക് മേടിച്ചാൽ നമുക്ക് +2 അടിച്ചു പൊളിക്കാം അല്ലെ. ഒരു ടെൻഷനും ഇല്ല, തോക്കത്തില്ല, നല്ല മാർക്കുണ്ട്, എനിക്കിനി എന്ത് വേണേലും കാണിക്കാം എന്നുള്ള ഒരു മൈൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. സോ ഓർക്കുക, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കെമിസ്ട്രിയിലെ ചാപ്റ്റർ 5 ആണ്. കെമിസ്ട്രിയിലെ എന്താണ് ചാപ്റ്റർ 5. ചാപ്റ്ററിന്റെ പേരെന്താണ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇത് വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. നോക്കിയേ, ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ നോക്കിയേ 6 ടോപ്പിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ബോയിൽസ് ലോ പഠിച്ചിട്ടുള്ള സാറേ 10ാം ക്ലാസ്സിൽ, ചാൾസ് ലോ, അവോഗാഡ്രോ ലോ, ഇതെല്ലാം നമ്മൾ 10ാം ക്ലാസ്സിൽ സ്റ്റേറ്റുകാരും CBSE-ക്കാരും ICSE-ക്കാരും പഠിച്ചിട്ടുള്ള സാധനമാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അത് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, അതേപോലെ 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതും പോട്ടെ. ആദ്യത്തെ 4 നമുക്ക് സിമ്പിൾ അല്ലേ. അതെ, കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് ഒരു ചാപ്റ്റർ തന്നെ ഫിസിക്സിനകത്ത് ഉണ്ടായിരുന്നത്. അതിനകത്ത് ആ തിയറി മാത്രം മതി നമുക്ക് ഇപ്രാവശ്യം, വേറെ അതിന്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട. കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് 6 പോയിന്റ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ഒരു ടോപ്പിക് ഉണ്ട്, 6ാമത്തെ ടോപ്പിക് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് കുറച്ചേ ഉള്ളൂ പഠിക്കാനായിട്ടുള്ളൂ, പക്ഷെ അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അത് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചാൽ മതി. ഈ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോ ലോ ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിന്റെ പ്രോബ്ലംസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ഈ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും ഇടുക. ഇല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഡൗട്ട്സ് ചോദിക്കുക. എപ്പോഴാണെങ്കിലും ഞാൻ എന്ത് ചെയ്യും, റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, സോ കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ എന്ത് ചെയ്തിരിക്കും, തന്നിരിക്കും. എന്താ പറയുന്നത്, നമ്മുടെ മാക്സിമം ടൈം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇനി കുറച്ച് നേരത്തേക്ക് പബ്ജിയും ഫ്രീ ഫയറും അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇനി നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പോയിട്ടുള്ള കുറെ മാറ്ററിലേക്ക് അങ്ങ് കിടക്കാം അല്ലെ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിന്റെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്, കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്യാസ് ലോസിനെ പറ്റിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ.
ഓക്കെ മക്കളെ, നമ്മള് ടോപ്പിക്കിലേക്ക് കിടക്കുവാണ്. നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ഗ്യാസ് ലോസിനെ പറ്റിയാണ്, ഗ്യാസ് നിയമങ്ങളെ പറ്റിയാണ്. അതിലെ 3 ലോസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്നാമത്തേത് ബോയിൽസ് ലോ, രണ്ടാമത്തേത് ചാൾസ് ലോ, മൂന്നാമത്തേത് അവോഗാഡ്രോ ലോ. ഇത് 3 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കിക്കളയാം അല്ലെ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒന്നുകൂടെ നോക്കിക്കളഞ്ഞാൽ എന്താ, ഒരു കുഴപ്പമില്ല അല്ലെ. അത്രയും നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഓർത്തിരിക്കും. പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. നോക്കിയേ, ഒന്നാമത്തെ ലോയാണ് ബോയിൽസ് ലോ. ഒന്നാമത്തെ ലോ ഏതാ? ബോയിൽസ് ലോ. ഇത് കണ്ടുപിടിച്ച ആളുടെ പേരെന്നാ? ബോയിൽ. സിമ്പിൾ ആയില്ലേ? ബോയിൽസ് ലോ കണ്ടുപിടിച്ചാരാ? ബോയില്. നോക്കിയേ, ഇവര് ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണെന്ന് നോക്കിയേ. പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഒന്ന് ഓർക്കുക, ഓർക്കേണ്ട കാര്യം പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ പ്രഷറും വോളിയവും വന്നു കഴിഞ്ഞാൽ അവിടെ ഒരാൾ കൂടെ കാണാമല്ലോ, ടെമ്പറേച്ചർ അല്ലെ. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ ഇവിടെ എന്താ? കോൺസ്റ്റന്റ് ആ. ഇവിടുത്തെ ആ ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർക്കുക, പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ബോയിൽസ് ലോ. അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നോക്കിയേ, ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇവിടെ എന്താ പ്രശ്നം? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. പ്രഷർ ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. എന്താ പറയുന്നത്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ പ്രഷർ എന്ന് പറയുന്നത്, ഒരു ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് വോളിയത്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മനസ്സിലായല്ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ പ്രഷർ ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് എ ഗ്യാസ്, ഒരു ഫിക്സ് ആയിട്ടുള്ള ഒരു മാസ്, ഫിക്സ്ഡ് മാസ് ആയിട്ടുള്ള ഒരു ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ വോളിയത്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണ് മക്കളെ ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ? ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. തിരിച്ചും പറയാം, പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു, ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? അപ്പൊ പ്രഷർ എന്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആ? വോളിയത്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആ. ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങ് പഠിച്ചു വെച്ചേ. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. At constant temperature, pressure of a fixed mass of a gas is inversely proportional to its volume. ഇനി നോക്കിയേ, മാത്തമാറ്റിക്കലി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? മാത്തമാറ്റിക്കലി നോക്കിയേ, പ്രഷർ അല്ലെ, പി എന്ന് പറഞ്ഞാൽ പ്രഷർ, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ് നമ്മുടെ വിനെ കൊണ്ട് താഴെ ഇട്ടത്. ഡയറക്ട്ലി അറിയാൻ നേരെ വന്നേനെ, ഇൻവേഴ്സ്ലി ആയതുകൊണ്ടാണ് 1/v എന്ന് എഴുതിയിരിക്കുന്നത്. കണ്ടോ? പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/, പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു v. അതായത് പി ഇടുക, പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇടുക, 1/v. ഇത് മറക്കരുതേ, മറക്കല്ലേ. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. പി വി ഈസ് ഇക്വൽ ടു എന്ത് കിട്ടും? പി വി ഈസ് ഇക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടും. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഈക്വൽ സൈൻ കിട്ടും. അതാണ് എന്ത്? കോൺസ്റ്റന്റ് കെ എന്ന് വല്ലതും കൊടുക്കാം അല്ലെ. അപ്പൊ പി വി ഈസ് ഇക്വൽ ടു എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇന്ന് നോക്കിയാൽ കുറച്ച് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ് ഏതൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടോണേ. കണ്ടോ? 3 ഗ്രാഫ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഇപ്പൊ നോക്കിയാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പ്രഷർ. ഒന്നാമത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പ്രഷറും വോളിയവും ആണ്. ഒന്നാമത്തെ ഗ്രാഫ് എന്താ? പ്രഷറും വോളിയവും തമ്മിലുള്ള ഗ്രാഫ്. പ്രഷറും വോളിയവും നമ്മൾ നോക്കിയേ, ഇങ്ങനെ ഒരു പരാബോളിക് ഷേപ്പ് അല്ലെ. പ്രഷറും വോളിയം, പ്രഷർ കൂടുമ്പോൾ അല്ലെങ്കിൽ വോളിയം കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യുക? കുറയുക, താഴോട്ട് പോവുക അല്ലെ. ഇപ്പൊ പ്രഷർ കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യുക? കുറയുന്നു. കണ്ടോ? ഇതാണ് നമ്മുടെ ഗ്രാഫ്. കണ്ടോ? ഓരോ ടെമ്പറേച്ചറിൽ 200 കെൽവിനില്, 400 കെൽവിനില്, 600 കെൽവിനില് ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് സംഭവം ചെയ്തുകൊണ്ടിരിക്കുക, മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഗ്രീൻ കളറിനാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ, 600 കെൽവിൻ. ശ്രദ്ധിക്കുക, ഇത് എന്ത് തമ്മിലുള്ള ഗ്രാഫാ? പി വി ഗ്രാഫ് ആണ്. പ്രഷറും വോളിയവും തമ്മിലുള്ള ഗ്രാഫാ, മാറിപ്പോവരുത്. ഇത് പ്രഷറും വോളിയവും തമ്മിലുള്ള ഗ്രാഫാണ് എന്ത്? പി വി ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോഴാണ് പരാബോളിക് ഷേപ്പ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കിയാൽ പിയും വിയും കൂടെ ആണോ? അല്ല, പിയും 1/v കൂടെ ഉള്ള ഗ്രാഫാ. പ്രഷർ y ആക്സിസിലും x ആക്സിസിലും ആരാ? 1/v ആണ്. വെറും v അല്ല, 1/v. ആ 1/v വരുമ്പോഴേക്കും എന്ത് ചെയ്യും? ആള് നേരെയാവും. കണ്ടോ? ആള് സ്ട്രെയിറ്റ് ലൈൻ ആവും. അതും 3 ടെമ്പറേച്ചറിൽ എടുത്തിട്ടുണ്ട്. T1, T2, T3 എന്ന് പറഞ്ഞ 3 ടെമ്പറേച്ചറിൽ എടുത്തിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുക? സ്ലോപ്പ് കൂടുകയാണ് അല്ലെ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുക? ആംഗിൾ കൂടുകയല്ലേ. അപ്പൊ അതാണ് സ്ലോപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ. കണ്ടോ? ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ T3, T2, T1. മനസ്സിലായല്ലോ? T3, T2, T1. അപ്പം ഇവിടെ പിയും 1/v കൂടെ ഗ്രാഫ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെയോ പരാബോളിക് ആണ്. ഇവിടെ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ. ഇനി നോക്കി, ഈ ഗ്രാഫ് ഏതാ? പി വിയും പിയും കൂടെ ഉള്ള ഗ്രാഫ്. പ്രഷറും വോളിയം ഉണ്ട് ഒരു y ആക്സിസില്, മറ്റിടത്ത് x ആക്സിസിൽ എന്താണ്? പ്രഷർ മാത്രം. അപ്പൊ പി വിയും പിയും കൂടെ ആണെങ്കിൽ എന്തായിരിക്കും? x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ പി വി പി ഗ്രാഫ് മനസ്സിലായല്ലോ? കോൺസ്റ്റന്റ്. ഇവിടെ എല്ലാം ഈ 3 ഗ്രാഫിന്റെ പ്രത്യേകത എന്താ? ഇവിടെ എല്ലാം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ആദ്യത്തത് പി വി ഗ്രാഫ്, രണ്ടാമത്തെ P 1/v ഗ്രാഫ്, മൂന്നാമത്തെ
PVP ഗ്രാഫ് എന്നറിയപ്പെടും. മനസ്സിലായാലോ? ഇനി നോക്കി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഇതിനകത്തോടെ ഓർക്കാം. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ ഗ്രാഫിന്റെ എല്ലാം പ്രത്യേകത എന്നതാ, ദീസ് ഗ്രാഫ്സ് ആർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ദീസ് ഗ്രാഫ്സ് ആർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഈ ഗ്രാഫിന്റെ എല്ലാം പ്രത്യേകത തന്നെ അതെല്ലാം എന്തില്ല, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് അല്ലെ. ഇവിടെ എല്ലാം ടെമ്പറേച്ചർ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ ടൈപ്പ് ഗ്രാഫിനെ വിളിക്കുന്ന പേരെന്നാ, സോ ദീസ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ആർ കോൾഡ്, these types of graph are called, എല്ലാവർക്കും അറിയാം അല്ലെ, these type of graphs are called isotherms, are called isotherms. Isotherms എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, കോൺസ്റ്റന്റ്. ഐസോ എന്ന് പറഞ്ഞാൽ സെയിം അല്ലെങ്കിൽ കോൺസ്റ്റന്റ്, തെർംസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. അപ്പൊ ഇവിടുത്തെ എല്ലാം പ്രത്യേകം മനസ്സിലായല്ലോ, ഇവിടുത്തെ എല്ലാം ടെമ്പറേച്ചർ എന്താണ്, സെയിം ആണ്, ഐസോതെർംസ്. മനസ്സിലായല്ലോ, ഐസോതെർംസ് എന്ന് പറയാം. ഇനി വേറെ നോക്കി, പ്രോബ്ലംസ് വരുമ്പോൾ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക ഫോർ പ്രോബ്ലംസ് വരുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രഷറും വോളിയം ഒക്കെ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ യൂസ് ചെയ്യേണ്ട ഫോർമുല. അപ്പൊ പ്രോബ്ലംസ് വരുമ്പോൾ ഉള്ള ഫോർമുല ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ എഴുതിയത്, PV is equal to constant എന്നാണ്. PV is equal to constant. ഇത് ഒരു ഗ്യാസിന്, സപ്പോസ് 2 ഗ്യാസ് ആണ് നമുക്കുള്ളെങ്കിൽ, അപ്പൊ 2 ഗ്യാസ് ഉണ്ട്, അതിനാ ഓരോ ഗ്യാസിനും എന്ത് കാണും, ഓരോ പ്രഷർ കാണത്തില്ലേ, P1, അതിനൊരു വോളിയം കാണത്തില്ലേ. സപ്പോസ് രണ്ടാമത്തെ ഗ്യാസ് P2 ആണല്ലോ, അതിന്റെ പ്രഷർ, അതിന്റെ വോളിയം V2. അപ്പൊ ഇത് തമ്മിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് PV is equal to constant എന്നായിരുന്നു. നമുക്ക് അതിന് വരെ എന്ത് എഴുതാം, P1 V1 is equal to P2 V2 എന്ന് എഴുതാം. എന്തെഴുതാം, പ്രോബ്ലംസ് വരുമ്പോൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, P1 V1 is equal to P2 V2. ഇതിനകത്ത് നിന്ന് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇക്വേഷൻ മാറ്റാം. സപ്പോസ് V1 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്തെഴുതാം, V1 ഇവിടെ നിർത്തുക, ആദ്യം അപ്പുറത്തുള്ളത് P2 V2 ഡിവൈഡഡ് ബൈ എന്ത്, ഈ P1 മൾട്ടിപ്ലൈ ചെയ്യുക, അതിവിടെ വരുമ്പോൾ ഡിവൈഡ് ആവും. അപ്പൊ യൂസ് ചെയ്യേണ്ട ഫോർമുല മനസ്സിലായല്ലോ, P1 V1 is equal to P2 V2. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ബോയിൽസ് ലോ, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ ഗ്രാഫ്, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, പ്രോബ്ലംസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഫോർമുല. മനസ്സിലായല്ലോ? അതെ, നമ്മുടെ രണ്ടാമത്തെ ഗ്യാസ് ലോ ആണ് ചാൾസ് ലോ എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ബോയിൽസ് ലോ പഠിച്ച പോലെ തന്നെ എന്താ, നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ലോ തന്നെയാണ്. നേരത്തെ ബോയിൽസ് ലോ എന്ന് പറയുന്നത് പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷേ ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള, ടെമ്പറേച്ചറും വോളിയം. പ്രഷറിനെ ഔട്ടാക്കി ഇവിടെ ആരായിരിക്കും, ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ ഈ ടെമ്പറേച്ചറും വോളിയവും തമ്മിൽ റിലേഷൻഷിപ്പ് വന്നാൽ അവിടെ ആരായിരിക്കും കോൺസ്റ്റന്റ്, ടെമ്പറേച്ചറും വോളിയം ഉണ്ട്. അപ്പൊ ആരായിരിക്കും കോൺസ്റ്റന്റ്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ആരായിരിക്കും കോൺസ്റ്റന്റ്, പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് നോക്കാലോ. എന്താ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, എന്താ പറയുന്നത്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓൾറെഡി അറിയാവുന്ന കാര്യം, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ സ്കെയിൽ. അത് നിർബന്ധം, അറ്റ് കെൽവിൻ സ്കെയിൽ എന്നുള്ളത് കൂടെ ആഡ് ചെയ്യണേ. അപ്പൊ ഓർക്കുക, ഇവിടെ എന്താണ്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, പ്രഷർ കോൺസ്റ്റന്റ് ആകുമ്പോൾ വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് എ ഗ്യാസ്, ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ, അതിന്റെ ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം, വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടുന്നു, അത്രേ ഉള്ളൂ. സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, അത് എന്താ പറയുന്നത്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, പ്രഷർ കോൺസ്റ്റന്റ് ആകുമ്പോൾ ഒരു ഫിക്സ്ഡ് മാസ് ഓഫ് എ ഗ്യാസ്, ഒരു ഗ്യാസിന്റെ ഫിക്സ്ഡ് മാസ് ആണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അറ്റ് കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് ആണ്. അതായത് നമുക്ക് ടെമ്പറേച്ചർ അളക്കാൻ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്, ഡിഗ്രി കെൽവിൻ ഉണ്ട്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ കെൽവിൻ സ്കെയിൽ ആയിരിക്കും. അപ്പൊ എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, വോളിയവും ടെമ്പറേച്ചറിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, കോൺസ്റ്റന്റ് പ്രഷറും ആണ്. അപ്പൊ നോക്കിയേ, V is directly proportional to T അല്ലെ. മാത്തമാറ്റിക്കലി നമുക്ക് എന്ത് എഴുതാം, മാത്തമാറ്റിക്കലി V is directly proportional to T. കണ്ടോ, നേരത്തെ ഇൻവേഴ്സ്ലി ആയതുകൊണ്ടാണ് 1/, എഴുതിയത്. പക്ഷെ ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. ഇപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, ഈ ടീനെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ V/T is equal to എന്തെന്ന് എഴുതാം, കോൺസ്റ്റന്റ് എന്നെഴുതാം. V/T is equal to കോൺസ്റ്റന്റ് എന്നെഴുതാം. നോക്കിയേ, V/T കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, ഇപ്പൊ 2 ഗ്യാസ് ഉണ്ടെങ്കിൽ വോളിയം V1 ആണ് T1 ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും, V1/T1 is equal to V2/T2. ഓർക്കുക, അപ്പൊ 2 എണ്ണം ഉണ്ടെങ്കിൽ, 2 ഗ്യാസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, ഈ ഇക്വേഷനോടെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഏതായിരിക്കും, V1/T1 is equal to V2/T2. ഈ ഇക്വേഷൻ മറക്കാതെ പഠിച്ചു വെച്ചിരിക്കുക. ഇനി നോക്കിയാൽ മക്കളെ, എന്റെ ഗ്രാഫ് നോക്കിയാ, ഗ്രാഫിനതാ വോളിയവും ടെമ്പറേച്ചറിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് VT ഗ്രാഫിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, സ്ട്രേറ്റ് ലൈൻ നമുക്ക് കിട്ടിയത്. ഇത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് എത്ര എടുക്കാം, -273.15 എന്നൊക്കെ വേണമെങ്കിൽ എടുക്കാം അല്ലെ. അപ്പൊ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട് 3 എണ്ണം. ഇതിന്റെ പ്രത്യേകത P1 ലെസ് ദാൻ P2 ലെസ് ദാൻ P3. ഓക്കെ, സോ ഇതും കൂടെ ഓർത്ത് വെക്കുക.
ഇതാണ് VT ഗ്രാഫ്. VT ഗ്രാഫ് ചോദിച്ചാൽ എന്ത് ചെയ്യുക? ഒരു വോളിയം കൊടുക്കുക, ഇവിടെ ടെമ്പറേച്ചർ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക. നോക്കിയേ, ഇതിന്റെ സൈഡിലായിട്ട് ഞാൻ വേറൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വേറൊരു ഗ്രാഫ്. ഈ ഗ്രാഫിന്റെ പ്രത്യേകത ഏതാ? വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ്. വോളിയവും ടെമ്പറേച്ചറും, അതിനിടയ്ക്ക് ഞാൻ ഒരു ടെമ്പറേച്ചർ ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. നമ്മുടെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫിനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് ചെയ്തു? ഇവിടെ കൊണ്ട് എത്തിച്ചു. അതായത് എക്സ് ആക്സിസ് 0 ആക്കി. എക്സ് ആക്സിസ് 0 ആക്കിയപ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് -273.15. എത്രയാ? -273.15. ഇതിന്റെ പ്രത്യേകത എന്നതാ? ഈ -273.15 വിളിക്കുന്ന ഒരു പേരുണ്ട്, അറിയാം? -273.15 വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ. ഈ -273.15 ആണെങ്കിൽ നമുക്ക് ഇതിനെ കെൽവിനിലോട്ട് ആക്കുവാണെങ്കിൽ ഇതിനെ എന്ത് വിളിക്കും? 0 കെൽവിൻ എന്ന് പറയും. അപ്പൊ 0 കെൽവിൻ എത്രയാ? -273.15. അപ്പൊ ഇവിടുത്തെ ഈ ഗ്രാഫിന്റെ അല്ലെങ്കിൽ ഈ പോയിന്റിന്റെ പ്രത്യേകതകൾ നിങ്ങൾ അറിഞ്ഞു വെക്കണം. അതായത് ഈ -273.15 എന്തായിരിക്കും? വോളിയം ഓഫ് ദ ഗ്യാസ് എന്താണ്? 0. കാരണം നമ്മൾ ഇത് നോക്കിയേ, ഇങ്ങനെ ഇരിക്കുമായിരുന്നു, വോളിയം ഇവിടെയായിരുന്നു, അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എത്ര ആക്കി? 0 ആക്കിയില്ലേ? അപ്പൊ വോളിയം ഇവിടെ എത്രയായിരിക്കും? 0 ആണ്. ഉണ്ടോ? അബ്സല്യൂട്ട് സീറോ. അപ്പൊ ഈ അബ്സല്യൂട്ട് സീറോ ചോദിച്ചാൽ എത്രയാ? -273.15. മനസ്സിലായല്ലോ? ഇതിന്റെ പ്രത്യേകത എന്നതാ? ഈ ടെമ്പറേച്ചർ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്യാസസ് എല്ലാം എന്തായിട്ട് മാറും? സോളിഡോ ലിക്വിഡോ ആയിട്ട് മാറും. അപ്പൊ ഓൾ ഗ്യാസസ് ബിക്കെയിം സോളിഡ് ഓർ ലിക്വിഡ് ബിഫോർ ദിസ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറിന് മുമ്പ് എന്തായിട്ട് മാറും? സോളിഡോ ലിക്വിഡോ ആയിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പൊ വോളിയം ഓഫ് ദി ഗ്യാസ് എന്താണ്? 0 ആണ്. അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ, ഓൾ ഗ്യാസസ് ബിക്കം സോളിഡ് ഓർ ലിക്വിഡ്. മനസ്സിലായല്ലോ? ഇത്തരം കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. 0 കെൽവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ -273.15. നോക്കി, നമ്മൾ ഇവിടെ ഒരു കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ എല്ലാം വരച്ചിരിക്കുമ്പോൾ എന്താണ്? നേരത്തെ നമ്മൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് വരച്ചത്. പക്ഷെ ഇവിടെ എന്താ? ഗ്രാഫ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്താണ്? കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോബാറുകൾ എന്ന് വിളിക്കും. ഐസോബാറുകൾ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വിച്ച് ഹാസ് സെയിം പ്രഷർ, അല്ലെ? പ്രഷർ എന്താണ്? അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അതുകൊണ്ടാണ് ഇതിനെ വിളിച്ചത് ഐസോബാർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഓർക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? V1/T1 = V2/T2. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ചാൾസ് ലോയിൽ ഓർത്തിരിക്കേണ്ടത്. പോൾസ് ലോയും കഴിഞ്ഞു, ചാൾസ് ലോയും കഴിഞ്ഞു. ഇനി എന്താ? നമുക്ക് അവോഗാഡ്രോ ലോ. നോക്കിയ മക്കളെ, നമ്മുടെ മൂന്നാമത്തെ ലോ ആണ് അവോഗാഡ്രോ ലോ. ആദ്യത്തെ രണ്ടെണ്ണം പഠിച്ച പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ ആണ്. ആദ്യത്തെ ലോ കഴിഞ്ഞു, രണ്ടാമത്തെ ലോ കഴിഞ്ഞു, മൂന്നാമത്തെ ലോ അവോഗാഡ്രോ ലോ. ഇത് നമ്മള് ഈ രണ്ടാമത്തെ എഴുതിയിരിക്കുന്ന ഡെഫിനിഷൻ ഓർത്തിരിക്കുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അവോഗാഡ്രോ ലോ എന്ന് പറഞ്ഞാൽ വോളിയവും നമ്പർ ഓഫ് മോൾസ്. വി എന്ന് പറഞ്ഞാൽ വോളിയം, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. അപ്പം വിയും എന്നും തമ്മിലുള്ള റിലേഷൻ. ഈ വിയും എന്നും ആണെങ്കിൽ അവിടെ ഏതൊക്കെയായിരിക്കും കോൺസ്റ്റന്റ്? നമുക്ക് ഈ ഇതിനകത്ത് ഇല്ലാത്ത ആൾക്കാർ ആയിരിക്കും? ടെമ്പറേച്ചറും പ്രഷറും. അപ്പം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. വോളിയം എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? നമ്പർ ഓഫ് മോൾസിനോട് പ്രൊപ്പോർഷണൽ ആണ്. ഇവിടുത്തെ കണ്ടീഷൻ ഏതാ? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആകുമ്പോൾ വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസിനോട് പ്രൊപ്പോർഷണൽ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ വോളിയവും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇതുണ്ടോ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കൊണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ്. മനസ്സിലായല്ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വേണമെങ്കിൽ ഈ ലോനെ ഇങ്ങനെയും പറയാം, പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇത് പഠിച്ചു വെക്കും. കാരണം മറ്റേതുപോലെ തന്നെയല്ലേ? വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. അതായത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ, എല്ലാ ഈക്വൽ ആയിട്ടുള്ള വോളിയം ഉള്ള ഗ്യാസസ് ആണെങ്കിൽ, ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ് ആണെങ്കിൽ അതിനെന്തായിരിക്കും? ഈക്വൽ നമ്പർ ഓഫ് മോൾസും ആയിരിക്കും. മനസ്സിലായല്ലോ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും ആണെങ്കിൽ, ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ് ആണെങ്കിൽ അതിനെന്തായിരിക്കും? ഈക്വൽ നമ്പർ ഓഫ് മോൾസും ആയിരിക്കും. അതിനെക്കാട്ടി ബെറ്റർ രണ്ടാമത്തെയാണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. മനസ്സിലായല്ലോ? അപ്പൊ V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N. ഇതാണ് അവോഗാഡ്രോ ലോ. ഇതുവരെ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. ഈ അവോഗാഡ്രോ ലോ കൂടുതലും ചോദിച്ചിരിക്കുന്ന ആരൊക്കെയാ? ബോയ്ൽസും ചാൾസും. നോക്കിയാൽ V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N എന്നാണ്. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? V is equal to ഒരു കോൺസ്റ്റന്റ് കൊടുക്കുകയാണെങ്കിൽ V is equal to K into N എന്ന് എഴുതാമല്ലോ. P K into N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ? നമ്പർ ഓഫ് മോൾസിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ പഠിക്കണം, അല്ലെങ്കിൽ 10ാം ക്ലാസ് തൊട്ട് പഠിക്കണം. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഈ മാസ് ഇൻ ഗ്രാമിനെ നമ്മൾ വിളിക്കുന്ന ലെറ്റർ ഏതാ? മാസ് ഇൻ ഗ്രാമിന് തൽക്കാലം നമുക്ക് W എന്ന് കൊടുക്കാം. മോളാർ മാസിനെ ക്യാപിറ്റൽ എന്ന്. അപ്പോൾ W/M. നമ്പർ ഓഫ് മോൾസ് N ചോദിച്ചാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് N എന്ന് ചോദിച്ചാൽ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇപ്പൊ ഞാൻ ഈ N വരെ എന്ത് കൊടുക്കും? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ് കൊടുക്കും. ഈ മോളാർ മാസിനെ ഇങ്ങോട്ടും കൊണ്ടുവരും, വീനെ ഇങ്ങോട്ടും കൊണ്ടുവരും. അപ്പൊ എന്ത് കിട്ടും? M is equal to K into W/V.
K is equal to കേട്ടോ M is equal to K into W by V കേട്ടോ W by V ഈ M അങ്ങോട്ടും പോയി V ഇങ്ങോട്ടും പോകും. ഈ W by V എന്ന് പറഞ്ഞാൽ W എന്ന് പറഞ്ഞാൽ മാസ്, V എന്ന് പറഞ്ഞാൽ വോളിയം അല്ലെ. എന്ത് ഈ മാസ് ബൈ വോളിയത്തിന് വിളിക്കുന്നവരാണ് ഡെൻസിറ്റി അല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാലല്ലേ മാസ് ബൈ വോളിയം. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? M is equal to K into ഡെൻസിറ്റിക്ക് D എന്ന് കൊടുക്കാം. അപ്പം M is equal to K into D. അതായത് മാസ് എന്തിനോട് പ്രൊപ്പോർഷണൽ ആ? മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയോട് പ്രൊപ്പോർഷണൽ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഈ പറഞ്ഞ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് അല്ലെ. ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് മാസാ? മോളാർ മാസ്. മോളാർ മാസിനോട് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഈ റിലേഷൻഷിപ്പ് അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഒരു റിലേഷൻ ഒക്കെ ഉണ്ട്, M is equal to DRT by P എന്നൊക്കെ പറയാം. അത് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല, കാരണം ഫോക്കസ് ഏരിയ വന്നപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞു. ഓർത്ത് വെക്കുക, മാസും ഡെൻസിറ്റിയും തമ്മിലുള്ള ഇക്വേഷൻ ആണ് M is equal to DRT by P എന്നൊക്കെ പറയുന്നു. അന്ന് നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, സോ നമ്മുടെ 3 ലോസും കഴിഞ്ഞു, അതായത് ബോയിൽസ് കഴിഞ്ഞു, അവോഗാഡ്രോ കഴിഞ്ഞു, ചാൾസും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് കിടക്കാം. ഓക്കെ മക്കളെ, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ പറ്റിയാണ് അടുത്ത പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, PV is equal to nRT. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, PV is equal to nRT. പക്ഷെ ഇതിന് ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഡെറിവേഷൻ ഇപ്രാവശ്യവും ഫോക്കസ് ഏരിയയിലുണ്ട്. സോ നമുക്ക് അതൊന്ന് വൃത്തിയായിട്ട് പഠിക്കാം. നോക്കിയേ, കോമ്പിനേഷൻ ഓഫ് 3 ലോസ് gives a single equation known as ideal gas equation. അതായത് 3 ലോസ് കമ്പൈൻ ചെയ്യുമ്പോൾ, ഏതൊക്കെയാ നമ്മുടെ 3 ലോസ്? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോ ലോ. അപ്പൊ ഈ 3 ലോസ് കമ്പൈൻ ചെയ്യുമ്പോൾ, അതാണ് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് 3 ലോസ് ഗിവ്സ് എ സിംഗിൾ ഇക്വേഷൻ. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു സിംഗിൾ ആയിട്ടുള്ള ഇക്വേഷൻ തരും. ആ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പൊ ഈ 3 ഇക്വേഷൻ ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. എന്താണ് ബോയിൽസ് ലോ പറയുന്നത്? ബോയിൽസ് ലോ പറയുന്നത് വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണ്. വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ അറ്റ് കോൺസ്റ്റന്റ്. ഏതൊക്കെയാണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെ. ഇനി നോക്കിയേ, ചാൾസ് ലോ പറയുന്ന വോളിയം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അറ്റ് കെൽവിൻ സ്കെയിൽ, അതുപോലെ തന്നെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലെ. ഇനി അവോഗാഡ്രോ ലോ പറയുന്നത് വോളിയം എന്ന് പറയുന്നത് ആരോട് പ്രൊപ്പോർഷണൽ ആണ്? നമ്പർ ഓഫ് മോൾസിനോട് പ്രൊപ്പോർഷണൽ ആണ് അറ്റ് കോൺസ്റ്റന്റ് ആരൊക്കെയാ? ടെമ്പറേച്ചറും ഉണ്ട്, പ്രഷറും. അപ്പൊ ഈ മൂന്നെണ്ണം വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പൊ ആ ഡെറിവേഷൻ കൂടെ നോക്കിക്കളയാം. ഡെറിവേഷൻ എങ്ങനെയാന്ന് നോക്കിയേ. ആദ്യം ഏതാ? V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഇതിനെല്ലാം കൂടെ ചേർത്ത് എഴുതാമല്ലോ. 1 by P. പിന്നെ ആരാ? പ്രൊപ്പോർഷണൽ ടു T ഉണ്ട്. പിന്നെ ആരാ? പ്രൊപ്പോർഷണൽ ടു N ഉണ്ട്. അപ്പൊ ഈ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എന്ത് എഴുതും? V is directly proportional to 1 by P into T into N അല്ലെ. അപ്പൊ ഇത് 3 കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യും. ഇനി നോക്കിയ മക്കളെ, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ മാറ്റാറുണ്ടല്ലോ. സാധാരണ നമ്മൾ എന്ത് ചെയ്യും? മാറ്റാറുണ്ട്. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ നമ്മൾ ഒരു ഈക്വൽ സൈൻ കൊടുക്കും, ഒരു കോൺസ്റ്റന്റ് കൊടുക്കും. ഇവിടെ കൊടുക്കുന്ന കോൺസ്റ്റന്റ് ആണ് R എന്ന് കൊടുക്കും. എന്ത് കൊടുക്കും? കോൺസ്റ്റന്റിന്റെ പേരാണ് R ഇൻറ്റു T ഇൻറ്റു N അല്ലെ. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറി, ഇപ്പൊ ഈക്വൽ ആയി. R ഉണ്ട്, 1 ഒരു R ആയി, T ഇൻറ്റു N ആയി. താഴെ ആരുണ്ട്? ഒരു പിയും കൂടെ ഉണ്ട് അല്ലെ. താഴെ ഒരു P ഉണ്ടല്ലോ. ഇനി നമുക്ക് എന്താ? നമ്മുടെ ഇക്വേഷൻ ആയി. നമ്മൾ ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമോ നോക്കിയേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, ഈ പിയും വിയും കൂടെ അങ്ങ് കമ്പൈൻ ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? PV is equal to nRT എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? PV is equal to എന്ത് കിട്ടും? nRT. ആദ്യം പിയും വിയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ PV, N ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. അപ്പൊ nRT. മനസ്സിലായല്ലോ? അപ്പൊ PV is equal to എന്താണ്? PV is equal to nRT എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇത്രേ ഉള്ളൂ. 3 ഇക്വേഷനോട് എടുക്കുക, ഒരു കോൺസ്റ്റന്റ് എടുക്കുക. കോൺസ്റ്റന്റ് ആണ് R. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. ഈ ആറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആറിനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലേ. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണിത് ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് എന്നൊക്കെ പറയും. എന്ത് പറയും? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നും പറയാം. അപ്പൊ മനസ്സിലായല്ലോ? ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ. പ്രൂഫ് പഠിച്ചു വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. പ്രൂഫ് അല്ലെങ്കിൽ ഡെറിവേഷൻ ഉണ്ട്, ആ ഡെറിവേഷൻ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ 3 ഇക്വേഷൻ എടുക്കുക, കമ്പൈൻ ചെയ്യുക. ഇത്ര ഉള്ളു പരിപാടി. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ. മക്കളെ, അടുത്തത് വാല്യൂ ഓഫ് R. നമ്മളിപ്പോ പറഞ്ഞു R എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഈ ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ പ്രത്യേകത എന്നതാ? ഈ R വാല്യൂ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഈ R വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ആരെയൊക്കെയാ? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യും, വോളിയത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, നമ്പർ ഓഫ് മോൾസ്.
ഈ 6 ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഈ 4 ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് ഓരോ ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് മാറുന്നു, അല്ലെങ്കിൽ വോളിയത്തിന്റെ യൂണിറ്റ് മാറുന്നു, അല്ലെങ്കിൽ പ്രഷറിന്റെ യൂണിറ്റ് മാറുന്നു, നമ്പർ ഓഫ് മോൾസിന്റെ യൂണിറ്റ് മാറുന്നു. അപ്പൊ ഈ യൂണിറ്റ് എല്ലാം മാറുന്നതനുസരിച്ച് നമുക്ക് എന്താ ഓരോ ആർ വാല്യൂ. സോ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ആർ വാല്യൂ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ചില പ്രോബ്ലംസിൽ ആർ വാല്യൂ എടുത്ത് തരും, പക്ഷെ ഇൻ കേസ് തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പം എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നമ്മുടെ ആ ബുക്ക് ഉണ്ട്, ഏത് ബുക്കാ, ക്ലർക്സ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ ലോഗരിതം ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിൾ ഉണ്ട്, ആ ടേബിളിൽ എന്ത് ചെയ്യും, ഈ വാല്യൂസ് ഒക്കെ കാണും. സോ നോക്കിയേ, ലിറ്റർ ATM പെർ കെൽവിൻ പെർ മോൾ ആണെങ്കിലോ ലിറ്റർ ATM വോളിയം ലിറ്ററിലും, പ്രഷർ എന്താ ATM-ലും, ടെമ്പറേച്ചർ കെൽവിനിലും, നമ്പർ ഓഫ് മോൾസ് മോളിലും ആണെങ്കിൽ വാല്യൂ എത്രയായിരിക്കും, 0.0821 ലിറ്റർ ATM കെൽവിൻ മോൾ. ഇതൊക്കെയാണ് മെയിൻ ടെമ്പറേച്ചേഴ്സ്, മെയിൻ യൂണിറ്റ്സ്. ഇനി ആ സമയത്ത് ATM-ന് പകരം ബാർ ആവുകയാണെങ്കിൽ, ATM-ന് പകരം എന്താവുക, ബാർ ആവുകയാണെങ്കിൽ, ATM ആണെങ്കിൽ 0.081, ATM-ന് പകരം ബാർ ആവുകയാണെങ്കിൽ എന്ത് വരും, 0.081-ന് പകരം എന്താവും, 314 ആവും, 0.08314. മനസ്സിലായല്ലോ, 21-ന് പകരം എന്താവും, 314 ആവും. ഇനി നോക്കിയേ, പാസ്കൽ മീറ്റർ ക്യൂബ് പെർ കെൽവിൻ മോൾ ആണെങ്കിലോ, കെൽവിൻ പെർ മോൾ ആണെങ്കിലോ, പാസ്കൽ എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ യൂണിറ്റ്, മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ വോളിയം അല്ലെ, കെൽവിൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. അപ്പൊ ഇത് വരുവാണെങ്കിൽ 8.314. അതേപോലെ ജൂൾ പെർ കെൽവിൻ മോൾ ആണെങ്കിലും എന്ത് തന്നെയായിരിക്കും, 8.314. സോ 4 സമയത്ത് 4 വാല്യൂ ആണ്. ഈ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ലിറ്റർ ATM പെർ കെൽവിൻ മോൾ ആണെങ്കിൽ 0.081, ATM-ന് പകരം പ്രഷർ ഇത് ഏതിലേക്കാ, ലിറ്റർ ബാർ ആവുകയാണെങ്കിൽ 0.08314, ജൂൾസ് പെർ കെൽവിൻ മോൾ ആണെങ്കിൽ 8.314. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആദ്യത്തോ അവസാനത്തോ ആണ് കേട്ടോ, ജൂൾസ് പെർ കെൽവിൻ മോൾ. ഈ കൂടുതലും ജൂളിലൊക്കെയാണ് അവർ തരുന്നത്. മനസ്സിലായല്ലോ. ഇന്ന് ഈ കമ്പൈൻഡ് ഗ്യാസ് ലോ എന്ന് പറഞ്ഞ ഒരു സാധനം പഠിക്കാനുണ്ട്. എന്താണ് കമ്പൈൻഡ് ഗ്യാസ് ലോ? അറിയോ കമ്പൈൻഡ് ഗ്യാസ് ലോ? നമുക്ക് അറിയാവുന്ന സാധനം തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഈ ഗ്യാസ് ലോ വെച്ചിട്ട് നമ്മുടെ PV = nRT ഇല്ലേ, ഗ്യാസ് ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറ്. ഈ PV = nRT എന്നാണ്. ഈ N-ഉം R-ഉം കോൺസ്റ്റന്റ് അല്ലേ, നമ്പർ ഓഫ് മോൾസും ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇപ്പൊ PV/T = നമുക്ക് എന്ത് കിട്ടി, NR എന്ന് കിട്ടി അല്ലെ. NR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം N-ഉം R-ഉം കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് എന്താ PV/T എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ഞാൻ രണ്ട് ഗ്യാസ് എടുത്തു. ഒന്നാമത്തെ ഗ്യാസിന്റെ പ്രഷർ P1, അതിന്റെ വോളിയം V1, ടെമ്പറേച്ചർ T1. ഓക്കെ, വേറൊരു ഗ്യാസ് എടുത്ത് P2, V2, T2, പ്രഷർ P2, വോളിയം V2, ടെമ്പറേച്ചർ T2. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. എന്താ, ഇത് PV = nRT അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, P1/T1 = P2/T2. കണ്ടോ, P1V1/T1 എന്ത് കിട്ടി, P2V2/T2. ഇതാണ് എന്ത്, കമ്പൈൻഡ് ഗ്യാസ് ലോ എന്ന് പറയുന്ന ഗ്യാസ് ലോ അല്ലെ. ഈ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് മൊത്തം 6 വേരിയബിൾ ഉണ്ട് അല്ലെ, 6 ഉണ്ട്. അതിൽ 6-ൽ 5 എണ്ണം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6ാമത്തത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഈ ഇക്വേഷൻ ഓർക്കുക. ഈ ഇക്വേഷന്റെ പേരെന്താണ്, കമ്പൈൻഡ് ഗ്യാസ് ലോ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. P1V1/T1 എന്താണ്, P2V2/T2. മനസ്സിലായല്ലോ. ഈ ഇക്വേഷൻ കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ 4 ടോപ്പിക്കാണ് കഴിഞ്ഞിരിക്കുന്നത്. 4 എണ്ണം മനസ്സിലായല്ലോ ഏതൊക്കെയാന്ന്, അതെല്ലാം ഓർത്തിരിക്കുക. നമ്മൾ ഇതിനകത്ത് ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് STP, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് ഈ ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിനെ പ്രത്യേകം നോക്കി, അവിടുത്തെ ടെമ്പറേച്ചർ എത്രയായിരിക്കും, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 273.15 കെൽവിൻ. കെൽവിൻ ആണേ, കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്രയാ, 0 ഡിഗ്രി സെൽഷ്യസ്. മനസ്സിലായല്ലോ. അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ 273.15 കെൽവിനും പ്രഷർ എത്രയാണ്, 1 ബാറും ആണ്. മനസ്സിലാക്കിയോ. അപ്പൊ STP എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്, 273.15 ഡിഗ്രി കെൽവിനും, മറ്റേത് പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ബാർ. മാറിപ്പോരുത്, 180 ഒന്നും അല്ല, എത്രയാണ്, 1 ബാർ ആണ്. മറക്കല്ലേ. ഇത് ചിലപ്പോൾ എന്ത് ചെയ്യാം, 1 മാർക്കിനൊക്കെ എന്ത് ചെയ്യാം, നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ സാധനം തന്നെയാണ്, പക്ഷെ അതിന്റെ ആ ഡെറിവേഷൻ കൂടെ ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെയാ, ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ്. നോക്കിയേ, ഡെൻസിറ്റിയും മോളാർ മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നോക്കിയേ, അതായത് നമ്പർ ഓഫ് മോൾസ്, നേരത്തെ ഞാൻ ഒരു ഇക്വേഷൻ പറഞ്ഞു. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലെ. W/M എന്നാണ്. W എന്ന് പറഞ്ഞാൽ മാസ് ഇൻ ഗ്രാം ആണ്, M എന്ന് പറഞ്ഞാൽ എന്താണ്, മോളാർ മാസ് അല്ലെ. ഇതാണ് എന്തിനുള്ള ഇക്വേഷൻ, നമ്പർ ഓഫ് മോൾസിനുള്ള ഇക്വേഷൻ. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ N. അപ്പൊ ഇത് കിട്ടി നമുക്ക് N = W/M. ഇനി നമുക്കറിയാം PV = എന്താണ്, nRT എന്നാണ്. PV = nRT എന്നാണ്. നോക്കിയേ, PV = N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. അതിന് വേറെ ഞാൻ ഈ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് കിട്ടി,
W/mRT. W/mRT മനസ്സിലായല്ലോ. നോക്കിയേ P which is equal to ഈ വീനെ ഞാൻ താഴോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് കിട്ടി? WRT ഉണ്ട്, താഴെ ഒരു V ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഒരു M കൂടെ ഉണ്ട്. അപ്പൊ P താഴെ ആ വീനെ ഞാൻ എന്ത് ചെയ്തു? താഴോട്ട് കൊണ്ടുവന്നു. താഴോട്ട് വരുമ്പോൾ ഡിനോമിനേറ്ററിലാവും WRT/m ആണ്. ആ വിയും കൂടെ വരുമ്പോൾ WRT/V യും M. അപ്പൊ ഈ W/V, W എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം എന്താ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ മാസ് ബൈ വോളിയം. അപ്പൊ ഈ W/V ക്ക് വരെ ഞാൻ എന്ത് കൊടുക്കും? ഡെൻസിറ്റി DRT ബൈ എന്ത് കിട്ടി? ഈ W/V ആണ്. W/V ക്ക് വരെ ഞാൻ എന്ത് കൊടുത്തു? D എന്ന് പറഞ്ഞാൽ W/V. ആ W/V ക്ക് വരെ ഞാൻ D എന്ന് കൊടുത്തു. DRT/m മനസ്സിലായല്ലോ. അപ്പം P is equal to എന്ത് കിട്ടി? ഇപ്പം P is equal to DRT/m എന്ന് കിട്ടി. ഇതിനകത്ത് M എന്ന് പറഞ്ഞാൽ എന്ത് വരും? M is equal to എന്ത് കിട്ടി? DRT/ ഈ P ഇങ്ങോട്ട് വരും, M ഇങ്ങോട്ട് വരും. DRT/P. ഈ ഇക്വേഷൻ കൂടെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇതിന്റെ ഡെറിവേഷൻ കൂടെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ മനസ്സിലായല്ലോ. M എന്ന് പറഞ്ഞാൽ മോളാർ മാസ്, D ഡെൻസിറ്റി, R ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, P പ്രഷർ. ഇതാണ് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ്. M is equal to DRT/P. മനസ്സിലായല്ലോ. നോക്കിയ മക്കളെ, നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. അതായത് 5ാമത്തെ ടോപ്പിക്കാണ്. 6 ടോപ്പിക്കാണുള്ളത്. അതിൽ 5ാമത്തെ ടോപ്പിക്കാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. വളരെ ഈസി ആയിട്ടുള്ള കുറെ തിയറീസ് ആണ്. അതായത് നമ്മൾ ഇത് ഓൾറെഡി നമ്മുടെ ഫിസിക്സിൽ കൈനറ്റിക് മോളിക്കുലാർ തിയറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുമായിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ ആ ചാപ്റ്റർ കയറി നോക്കിയോ, അതേ പോയിന്റ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് മാക്സ്വെല്, ബോൾസ്മാൻ, ക്ലോഷ്യസ്. ഈ 3 ആൾക്കാരാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് അങ്ങനെ ചോദിച്ചിട്ടില്ല. നമുക്ക് ഓരോ പോയിന്റ്സ് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്നാ പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ്, എവറി ഗ്യാസ് കണ്ടെയ്ൻ എ ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ്. The actual volume of the molecules is negligible compared to the volume of the gases. ഒന്നാമത്തെ പോയിന്റ് ഒരു കാരണവശാലും പഠിക്കാതിരിക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് പറയുന്ന എത്ര ഉള്ളൂ? ഒന്നാമത്തെ പോയിന്റ്, എവറി ഗ്യാസ് കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ്. എല്ലാ ഗ്യാസിലും എന്തുണ്ട്? ഓരോ പാർട്ടിക്കിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാലോ, നമ്മുടെ ബോഡി ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസ്, ഈ എഴുതിയിരിക്കുന്ന പേന ഉൾപ്പെടെ എല്ലാ പാർട്ടിക്കിൾസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ട്, മോളിക്യൂൾസ് കൊണ്ടാണ്. അതേപോലെ തന്നെ എവറി ഗ്യാസ് കണ്ടെയ്ൻ എ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. ഓരോ ഗ്യാസിലും എന്തുണ്ട്? കുറെ ആറ്റംസും ഉണ്ട്, മോളിക്യൂൾസും ഉണ്ട്. ഇതിനകത്തോ the actual volume of the molecules is negligible compared to the volume of the gas. പക്ഷേ ഈ പോയിന്റ് ഓർത്ത് വെക്കണം. the actual volume of the മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് ആ ഗ്യാസിന്റെ വോളിയം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ 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 കുറവാണ്. ഇപ്പൊ ഗ്യാസിന്റെ വോളിയം എടുക്കുകയാണെങ്കിൽ മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. മനസ്സിലായതോ? The actual volume of the molecules is negligible compared to the volume of the gas. ഗ്യാസിന്റെ വോളിയം കമ്പയർ ചെയ്യുമ്പോൾ മോളിക്യൂൾസിന്റെ വോളിയം എന്താണ്? വളരെ ചെറുതാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താ? Every gas contain a large number of minute and elastic particles, atoms or molecules. The actual volume of the molecules, അല്ലെ? The actual volume of the molecules എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് ദ ഗ്യാസ്. മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ വോളിയം നോക്കുവാണെങ്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ചെറുത് ആയിരിക്കും. മനസ്സിലായല്ലോ. രണ്ടാമത്തെ പോയിന്റ്, there is no force of attraction between gas molecules. ഇതിനകത്ത് ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ആറ്റംസും മോളിക്യൂൾസും തമ്മിൽ അട്രാക്ഷൻ ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അത് ആക്ച്വലി തെറ്റാണ്. there is no force of attraction between gas particles. ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ, അതായത് അതിന്റെ അകത്തുള്ള മോളിക്യൂൾസും ആറ്റങ്ങൾ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലെന്നാണ് ആര് പറയുന്നത്? കൈനറ്റിക് മോളിക്കുലാർ തിയറി പറയുന്നത്. നോക്കിയേ, the particles of a gas are in constant and random motion in straight line. During their motion they collide with each other and also with the walls of the container. നമുക്കറിയാം, ഇപ്പൊ ഒരു ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എല്ലാ ഗ്യാസ് മോളിക്യൂൾസും ഉണ്ടാക്കി ആറ്റങ്ങൾ കൊണ്ട്, മോളിക്യൂൾസ് കൊണ്ടാണ്. മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് ഗ്യാസിന്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണ്. രണ്ടാമത്തേത്, there is no force of attraction between gas particles. ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ എന്തില്ല? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു പാത്രം, ആ പാത്രത്തിനകത്ത് കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്തോണ്ടിരിക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പാർട്ടിക്കിൾസ് ആർ ഇൻ റാൻഡം മോഷൻ. അതായത് ഇങ്ങനെ എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ലൈനിൽ റാൻഡം മോഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കറിയാലോ, ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യും?
there is a chance of collision. In the during their motion they collide with each other. During their motion they collide with each other. രണ്ടും കൂടെ എന്ത് ചെയ്യും? പരസ്പരം കൂട്ടിമുട്ടും. Also with the walls of the container. ആ ഏത് കണ്ടെയ്നറിലാണോ ഏത് പാത്രത്തിലാണോ അതിന്റെ വോൾസും തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടിമുട്ടാറുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഗ്യാസ് മോളിക്യൂൾസും ആറ്റങ്ങൾ കൊണ്ടും മോളിക്യൂൾസും കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് ഗ്യാസിന്റെ വോളിയം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണ്. രണ്ടാമത്തത് there is no force of attraction between gas particles. പിന്നെ മൂന്നാമത്തെ എന്നതാ? they are in random motion. അല്ലെ, മോളിക്യൂൾസ് are in random motion in a straight line. ആ ഡ്യൂറിംഗ് their motion എന്ത് സംഭവിക്കും? they collide with each other. എല്ലാം എന്ത് ചെയ്യും? പരസ്പരം കൊളൈഡ് ചെയ്യും. also with the walls of the container. കണ്ടെയ്നറിന്റെ വോൾസുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? കൂട്ടിമുട്ടാറുണ്ട്. അപ്പൊ ഈ ഇങ്ങനെ കൂട്ടിമുട്ടും എന്ന് പറയുന്നല്ലോ. the pressure of the gas is due to the wall collision of the particles. അപ്പൊ ഈ പ്രഷർ എന്ന് പറയുന്നത് ഒരു ഗ്യാസിന് പ്രഷർ ഉണ്ടാവുമെന്ന് പറയത്തില്ലേ? ആ ഗ്യാസിന് പ്രഷർ ഉണ്ടാവുന്നെന്ന് പറയുമ്പോൾ ഈ മോളിക്യൂൾസ് എന്ന് വോളിൽ ഇടിക്കുമ്പോഴാണ്. മോളിക്യൂൾസ് എന്നിട്ട് എവിടെ ഇടിക്കുമ്പോഴാണ്? മോളിക്യൂൾസ് വോളിലേക്ക്, വോൾ എന്ന് പറയുന്ന ഭിത്തിയിലേക്ക് ഇടിക്കുമ്പോഴാണ്. മനസ്സിലായല്ലോ. ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്യുമ്പോൾ മോളിക്യൂൾസ് എന്നിട്ട് നമ്മുടെ വോളിൽ ഇടിക്കും. ആ വോളിൽ ഇടിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അവിടെ പ്രഷർ ഉണ്ടാകുന്നത്. അപ്പൊ പ്രഷർ ഓഫ് ദി ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാരണം എന്താ? വോൾ കൊളീഷൻ. എന്തുകൊണ്ടാണ്? വോളും അല്ലെങ്കിൽ നമ്മുടെ ഭിത്തിയും മോളിക്യൂൾസും തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. ഇനി നോക്കി ഇതിന്റെ എല്ലാം പ്രത്യേകത. ഓൾ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ കൊളീഷൻസ് എല്ലാം എന്താണ്? ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൈനറ്റിക് എനർജി എന്താണ്? കൺസേർവ്ഡ് ആണ്, സെയിം ആണ്. മനസ്സിലായല്ലോ. കൈനറ്റിക് എനർജി എന്താണ്? കൺസേർവ്ഡ്. കണ്ടോ? അതായത് ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ റിമൈൻസ് സെയിം. മനസ്സിലായല്ലോ. ഇതിന്റെ പാർട്ടിക്കിൾസിന്റെ ടോട്ടൽ എനർജി കൊളീഷന് മുമ്പും കൊളീഷന് ശേഷം എന്തായിരിക്കും? സെയിം ആണെന്ന് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. കൊളീഷൻ എന്താണ്? ഇലാസ്റ്റിക്. ഇത്ര എഴുതിയാലും മതി. ഇലാസ്റ്റിക് ആന്ന് പറയാൻ എഴുതിയാലും മതി കേട്ടോ. ലാസ്റ്റ് 6th പോയിന്റ് എന്താ? at any particular time the different particles of gas have different speed and different kinetic energy. അതായത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ഒന്നാമത്തെ സെക്കൻഡിൽ ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്, അതിനൊരു സ്പീഡും കാണുമല്ലോ. ഒരു സ്പീഡ് കാരണം ഒരു കൈനറ്റിക് എനർജി. പക്ഷെ രണ്ടാമത്തെ സെക്കൻഡിൽ ആ കൈനറ്റിക് എനർജി തന്നെ ആവണമെന്നുണ്ടോ? അല്ലെങ്കിൽ ആ സ്പീഡ് തന്നെ ആവണമെന്നുണ്ടോ? ഒരു കാരണവശാലും ആവണമെന്നില്ല. ഓർക്കുക, at any particular time, ഓരോ ടൈമിലും ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് ഹാവ് ഡിഫറെന്റ് സ്പീഡ്. ഓരോ പാർട്ടിക്കിൾസിനും എന്താണ്? ഓരോ സ്പീഡാണ്. ഓരോ സ്പീഡാണെങ്കിൽ ഓരോ കൈനറ്റിക് എനർജി. പക്ഷെ കൈനറ്റിക് എനർജി എന്താണ് അവിടെ? കൺസേർവ്ഡ് ആണ്. കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജിയും കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജി എന്താണ്? സെയിം ആണ്. പക്ഷെ ഓരോ ടൈമിലും എന്താണ്? ഓരോ കൈനറ്റിക് എനർജിയും ഓരോ സ്പീഡുമാണ്. ഓർക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കി. the average kinetic energy of gas molecules is directly proportional to temperature. kinetic energy എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആ? ടെമ്പറേച്ചറിനോട് പ്രൊപ്പോർഷണൽ ആണ്. മനസ്സിലായല്ലോ. the average kinetic energy എന്ന് പറയുന്നത് directly proportional to absolute temperature. ടെമ്പറേച്ചറിനോട് എന്താണ്? directly proportional. ഈ 7 പോയിന്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു 4-5 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഒന്നാമത്തെ എന്തായാലും പഠിക്കുക, രണ്ടാമത്തെയും പഠിക്കുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി. 6 വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. 7ാമത്തെ വേണമെങ്കിൽ പഠിച്ചു വെച്ചു കേട്ടോ. അപ്പൊ 1 ഓർക്കുക, 2 ഓർക്കുക, 7 ഓർക്കുക, പിന്നെ 3 കൂടെ വേണേ ഓർക്കുക കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ എന്തൊക്കെയായിരുന്നു? എല്ലാ ഗ്യാസ് മോളിക്യൂൾസും എല്ലാ ഗ്യാസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മോളിക്യൂൾസ് കൊണ്ടാണ്. പിന്നെ ഇതിന്റെ മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് ഗ്യാസിന്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ there is no force of attraction between gas molecules. അല്ലെ, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് ഈ മോളിക്യൂൾസ് എല്ലാം എന്താണ്? റാൻഡം മോഷൻ, സ്ട്രേറ്റ് ലൈനിലാണ്. സ്ട്രേറ്റ് ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്നതിനിടയ്ക്ക് എന്ത് സംഭവിക്കാറുണ്ട്? മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിമുട്ടാറുണ്ട്, കൊളൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വോൾസുമായിട്ടും കൊളൈഡ് ചെയ്യാറുണ്ട്. മനസ്സിലായല്ലോ. ഇനി 4ാമത്തെ എന്ന് പറഞ്ഞാൽ പ്രഷർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രഷർ ഉണ്ടാകുന്നത് കൊളീഷൻസ് വോളിൽ നടക്കുമ്പോഴാണ്. വോളിലും അല്ലെങ്കിൽ നമ്മുടെ മോളിക്യൂൾസ് എന്ന് വോളിൽ ഇടിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പ്രഷർ ഉണ്ടാകുന്നത്. 5ാമത്തത് എല്ലാ കൊളീഷനും എന്താണ്? ഇലാസ്റ്റിക് ആണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അതായത് ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും ശേഷമുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കൺസേർവ്ഡ് ആണ്. 6ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ മോളിക്യൂളിലും ഓരോ ടൈമിലും ഓരോ കൈനറ്റിക് എനർജിയും ഓരോ സ്പീഡും ആയിരിക്കും. ലാസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചറിനോട് പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് നമ്മുടെ എന്ത്? കൈനറ്റിക് മോളിക്കുലാർ തിയറി. ഓക്കെ, മനസ്സിലായോ? നോക്കിയ മക്കളെ, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ്. ഇത് ഇച്ചിരി കൂടുതലുണ്ട്, പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. നോക്കിയേ, ലാസ്റ്റ് ടോപ്പിക് ദ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്, ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. എന്താണ് ഈ റിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ? ആദ്യമേ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്താണ് റിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ. റിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്ത ഗ്യാസുകൾ. ചില ടെമ്പറേച്ചറിലും പ്രഷറിലും എന്ത് ചെയ്യത്തില്ല?
അത് ഒബേ ചെയ്യത്തില്ല. സോ റിയൽ ഗ്യാസസ് എന്താണ് പ്രത്യേകത? ഇറ്റ് ഡസ് നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് റിട്ടൺ ആസ് the real gases does not obey ideal gas equation at all conditions of temperature and pressure. ടെമ്പറേച്ചറിലും പ്രഷറിലും എന്ത് ചെയ്യത്തില്ല, ചില ടെമ്പറേച്ചറിലും എന്ത് ചെയ്യത്തില്ല, ഇത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ത് ചെയ്യത്തില്ല, ഒബേ ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഗ്യാസസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിയൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒബേ ചെയ്യുന്നവർ, ഐഡിയൽ ആയിട്ടുള്ള ഒബേ ചെയ്യുന്നവരായിട്ടുള്ള ഗ്യാസസ്. So real gas എന്ന് പറഞ്ഞാൽ it does not obey ideal gas equation at all conditions of temperature and pressure. നോക്കിയേ അതെങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? This can be understood by PV versus P graph. No, y ആക്സിസിൽ PV യും x ആക്സിസിൽ ഏതാ P യും. അപ്പൊ ഈ ഗ്രാഫ് ഏതാ? PV versus P ഗ്രാഫ്. ഇവിടെ നോക്കിയേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഇതിലെ ഐഡിയൽ ഗ്യാസ് നമ്മുടെ PV versus P എന്തായിരിക്കും? ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഐഡിയൽ ഗ്യാസ്. PV versus P ഗ്രാഫ്. PV versus P ഗ്രാഫ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? ഇതാണ് ഏതിന്റെ കാര്യത്തിൽ? ഐഡിയലിന്റെ കാര്യത്തിൽ. പക്ഷെ ഇത് ഐഡിയൽ അല്ലാത്ത കുറച്ച് ഗ്യാസസുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൈഡ്രജനും ഹീലിയവും നോക്കിയേ, ഇത് ഹൈഡ്രജൻ, ഇതെന്താ? ഹീലിയം. ഈ ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെ കേസിൽ എന്താ? പ്രഷർ കൂടുന്ന അനുസരിച്ച് PV കൂടിക്കൊണ്ടിരിക്കുക. വെൻ പ്രഷർ ഇൻക്രീസസ്, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? PV ഇൻക്രീസ് ചെയ്യുന്നു. ആരുടെ കാര്യത്തിലാ? ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും കാര്യത്തിൽ. കണ്ടോ, ഹൈഡ്രജന്റെ ഹീലിയത്തിൽ എന്താ? പ്രഷർ കൂടുന്ന അനുസരിച്ച് PV എന്താ? കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഒരു ഡീവിയേഷൻ. ഇനി ആ സമയത്ത് CO-യും CH4 നോക്കി. CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്, CH4 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മീഥേൻ. അപ്പൊ ഇവരുടെ കാര്യത്തിൽ നോക്കി, ആദ്യം പ്രഷർ കൂടുന്ന അനുസരിച്ച് PV എന്ത് ചെയ്യുക? കുറയുക അല്ലെ? പ്രഷർ കൂടുന്ന അനുസരിച്ച് PV എന്ത് ചെയ്യാറുണ്ടോ? ആദ്യം കുറയുക, എന്നിട്ട് ഒരു മിനിമം വാല്യൂ എത്തും. മിനിമം വാല്യൂ എത്തിയതിനു ശേഷം എന്ത് ചെയ്യുക? കൂടും അല്ലെ? ആദ്യം കുറയുന്നു, പിന്നെ ഒരു മിനിമം വാല്യൂ എത്തി, പിന്നെ കൂടും. അപ്പം ഈ CO, CH4, ഹൈഡ്രജൻ, ഹീലിയം ഇവരൊക്കെ റിയൽ ഗ്യാസസ് ആണ്, അല്ലാതെ ഐഡിയൽ ഗ്യാസസുകളല്ല. ഐഡിയൽ ഗ്യാസ് ആയിരുന്നെങ്കിൽ എന്ത് തന്നെ? എക്സ് ആക്സിസിന് പാരലൽ, അതായത് പ്രഷറിന് പാരലൽ ആയിട്ടായിരിക്കും PV ഗ്രാഫ് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി റിയൽ ഗ്യാസസ് നോക്കിയേ, ഹൈഡ്രജനും ഹീലിയം എന്താണ്? ഇൻക്രീസ് ചെയ്യുവാണ് പ്രഷർ കൂടുന്ന അനുസരിച്ച് PV. ആ സമയത്ത് CO-യും CH4 എന്ത് ചെയ്യുക? ഫസ്റ്റ് ഡിക്രീസസ്, റീച്ചസ് എ മിനിമം വാല്യൂ, ദെൻ ഇൻക്രീസസ്. മനസ്സിലായല്ലോ? ഇതാണ് ആരുടെ കാര്യം? റിയൽ ഗ്യാസസിന്റെ കാര്യം. നോക്കി എത്രത്തോളം ഡീവൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് ആ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫാക്ടർ, ദ എമൗണ്ട് ഓഫ് ഡീവിയേഷൻ. കണ്ടോ, ദ ഡീവിയേഷൻ ഫ്രം റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ഓർക്കുക, റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഡീവിയേറ്റ് ചെയ്യുന്നു. ആ ഡീവിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് എടുക്കുന്ന ആ ഫാക്ടർ ഏതാണ്? കംപ്രസിബിലിറ്റി ഫാക്ടർ Z എന്ന് പറയും. അപ്പൊ കംപ്രസിബിലിറ്റി ഫാക്ടർ Z എന്ന് പറഞ്ഞാൽ എന്താ? ദ എമൗണ്ട് ഓഫ് ഡീവിയേഷൻ ക്യാൻ ബി ദ എമൗണ്ട് ഓഫ് ഡീവിയേഷൻ എവിടുന്ന? ഫ്രം ഐഡിയൽ ബിഹേവിയർ അല്ലെ? ആരാ കാണിക്കുന്നത്? റിയൽ ഗ്യാസസ് കാണിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഫാക്ടർ ഏതാന്ന് ചോദിച്ചാൽ ഏതാ? കംപ്രസിബിലിറ്റി ഫാക്ടർ Z എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം PV = nRT എന്നാണ് ഇതിന്റെ റേഷ്യോ. PV/nRT ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? Z ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ +2 കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ Z-ന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലെ? PV-യും nRT ഈക്വൽ അല്ലേ? PV = nRT ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. ഫോർ റിയൽ ഗ്യാസ് ആണെങ്കിൽ അല്ലെ? റിയൽ ഗ്യാസ് ആണെങ്കിൽ 1 ആവണമെന്നുണ്ടോ? റിയൽ ഗ്യാസ് ആണെങ്കിൽ Z-ന്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ >1 ഓർ Z എന്തായിരിക്കും? <1. >1 ആവാം, അല്ലെങ്കിൽ എന്താ? <1 ആവാം. സോ എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് മനസ്സിലായല്ലോ? റിയൽ ഗ്യാസസ് എന്ത് ചെയ്യുന്നു? ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു. എത്രത്തോളം ഡീവിയേഷൻ? ദ എമൗണ്ട് ഓഫ് ഡീവിയേഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് കംപ്രസിബിലിറ്റി ഫാക്ടർ Z എന്ന് പറഞ്ഞാൽ PV/nRT. മനസ്സിലായല്ലോ? ഇനി എന്തുകൊണ്ടാണ് ഈ ഡീവിയേഷൻ നടക്കുന്നത്? അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. വൈ ദിസ് ഡീവിയേഷൻ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അതും കൂടെ എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവൈറ്റ് ചെയ്യുന്നത്? വൈ റിയൽ ഗ്യാസ് ഡീവൈറ്റ്സ് ഫ്രം ഐഡിയൽ ഗ്യാസ്? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് സുഖമായിട്ട് മേടിച്ചെടുക്കാം. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവൈറ്റ് ചെയ്യുന്നത്? ആ 2 കാര്യങ്ങൾ നോക്കിയേ. നമ്മളെ പറഞ്ഞിട്ടുള്ള കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് 2 പോയിന്റ്സ് ഉണ്ട്. ആദ്യത്തെ 2 പോയിന്റ് അതാണ് ഞാൻ അവിടെ ആ 2 പോയിന്റ്സ് കാണാൻ പഠിക്കാൻ പറയുന്നത്. 7 പോയിന്റ്സ് ഉണ്ട്. ആദ്യത്തെ 2 പോയിന്റ്സ് കാണാൻ പഠിക്കാൻ പറയുന്നത്. കാരണം ആദ്യത്തെ 2 പോയിന്റുകളും എപ്പോഴും ശരിയാവണമെന്ന് ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലെ ആദ്യത്തെ 2 പോയിന്റുകളുണ്ട്. ആ 2 പോയിന്റുകളും എന്താ? എല്ലാ കണ്ടീഷനിലും ശരിയാവണമെന്നില്ല. അപ്പൊ ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ് റിയൽ ഗ്യാസ് എന്ത് ചെയ്യുന്നത്? ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവൈറ്റ് ചെയ്യുന്നത്. സോ നോക്കിയേ, ദ ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ ഈസ് ഡ്യൂ ടു 2 wrong assumptions of kinetic theory of gases.
കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ 2 റോങ് അസംഷൻ ഉള്ളത് കൊണ്ടാണ് റിയൽ ഗ്യാസ് എന്ത് ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കും ഏതൊക്കെയാണ് ആ 2 കണ്ടീഷൻ. ആ 2 പോയിന്റ്സ് എഴുതിയാൽ മതി. ഏതൊക്കെയാ? ഒന്നെന്ന് പറഞ്ഞാൽ ആക്ച്വൽ വോളിയം ഓഫ് ദ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ വോളിയം ഓഫ് ഗ്യാസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് ഫസ്റ്റ് പോയിന്റ്. അതായത് മോളിക്യൂളിന്റെ വോളിയം എന്ന് പറയുന്നത് ഗ്യാസിന്റെ വോളിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വളരെ കുറവാണെന്നത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾ. ഗ്യാസ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യത്തില്ല, അട്രാക്ഷൻ ഇല്ലെന്നാണ് പറഞ്ഞത്. ആ രണ്ടും എന്താ തെറ്റാ? എന്ത് എപ്പോഴാ തെറ്റാന്ന്? റോങ് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ചോദിക്കാം ഏതൊക്കെ കണ്ടീഷനിലാണ് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യുന്നത്? അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. മാറിപ്പോരുത്, ഒരു വട്ടം പരീക്ഷയ്ക്ക് തന്നിട്ടുള്ള വെൻ റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ഗ്യാസ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും. ഹൈ പി എച്ച് പി എന്ന് ഓർത്താൽ പി എച്ച് നമ്മൾ പറയത്തില്ലേ? പി എച്ച് എന്താ? പി എച്ച് പിയുടെ ഫുൾ ഫോം ഓൾറെഡി ഞാൻ പറയുന്നത് പൊട്ടൻസ് അല്ലെ. അപ്പൊ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും ഓർക്കുക. ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ആണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. മറക്കരുത്, ഡീവിയേറ്റ് ചെയ്യുന്നത് ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും. പക്ഷെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചാലോ, കറക്റ്റ് ആയിട്ട് കാണിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ. ഡീവിയേറ്റ് ചെയ്യുന്നത് ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നത് എന്താണ്? ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. അപ്പൊ ഈ 2 പോയിന്റ്സും എന്ത് ചെയ്യത്തില്ല, ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും എന്ത് ചെയ്യത്തില്ല, ആപ്ലിക്കബിൾ അല്ല. സോ ഈ 2 കാരണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചു വെക്കുക. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? മക്കളെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിയൽ ഗ്യാസ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്, ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. കാരണം ഇമ്പോർട്ടന്റ് ആണ്. റിയൽ ഗ്യാസ് എപ്പോഴാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നതെന്ന് ചോദിക്കാം. 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിയൽ ഗ്യാസ് എപ്പോഴാണ് ഒബേ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. ഒബേ ചെയ്യുന്ന എപ്പോഴാണ്? ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. ഡീവിയേറ്റ് ചെയ്യുന്നപ്പോഴാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഒബേ ചെയ്യും. ഡീവിയേറ്റ് ചെയ്യുന്നപ്പോഴാ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചർ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർത്ത് വെക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്തെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഡീവിയേറ്റ് ചെയ്യുന്ന എന്താ? ഡീവിയേറ്റ് ചെയ്യുന്ന ഹൈ പ്രഷർ എച്ച് പി അല്ലെങ്കിൽ പി എച്ച്. പിന്നെ എന്താ? ലോ ടെമ്പറേച്ചറിലാണ് ഡിവൈഡ്. ഹൈ പ്രഷർ ആണെങ്കിൽ മറ്റെന്തായിരിക്കും? ലോ ആയിരിക്കും. അപ്പൊ ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ ഡീവിയേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ആ സമയത്താണ് നമ്മുടെ വാണ്ടർവാൾസ് ഫോഴ്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്തത്? റിയൽ ഗ്യാസിനും ഒരു ഇക്വേഷൻ, അവർക്ക് ഒരു ഇക്വേഷൻ ഇല്ലായിരിക്കുമല്ലായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഒരു സയന്റിസ്റ്റ് ഉണ്ട് വാണ്ടർവാൾ എന്ന് പറയുന്നത്. അപ്പൊ വാണ്ടർവാൾ എന്ത് ചെയ്തു? പ്രൊപ്പോസ്ഡ് ആൻ ഇക്വേഷൻ വിച്ച് ഇസ് ആപ്ലിക്കബിൾ ടു റിയൽ ഗ്യാസ്. ആർക്കാ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? റിയൽ ഗ്യാസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. നേരത്തെ പി വി ഇസ് ഈക്വൽ ടു NRT എന്നല്ലായിരുന്നു, പി വി ഇസ് ഈക്വൽ ടു NRT. ഇപ്പൊ കുറച്ച് കറക്ഷൻ ഒക്കെ കൊണ്ടുവന്നു. ആ പിയുടെ സ്ഥാനത്ത് എന്തായി? പി പ്ലസ് AN²/V² മാറ്റി. പി എന്ന് മാത്രമല്ല, പിയുടെ കൂടെ ആരും കൂടെ ചേർത്തു? AN²/V². അതായത് പ്രഷർ കറക്ഷൻ. ഇതിന് വിളിക്കുന്ന പേരാണ് ഈ AN²/V²നെ പ്രഷർ കറക്ഷൻ. എക്സ്ട്രാ കാര്യമൊന്നുണ്ട്. പി വി എന്നായിരുന്നു. അപ്പൊ വിയുടെ സ്ഥാനത്ത് ഇപ്പൊ എന്തായി? V - NP. ഇത് വോളിയം കറക്ഷൻ എന്ന് വിളിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു NRT. അപ്പൊ ഇതാണ് നമ്മുടെ വാണ്ടർവാൾസ് ഇക്വേഷൻ. വാണ്ടർവാൾസ് ഇക്വേഷൻ എന്താണ്? P പ്ലസ് AN²/V² അല്ലെ, AN²/V², V - NP which is equal to NRT. എന്താ പറഞ്ഞ ഇക്വേഷൻ ഒന്നുകൂടെ പറയാം മക്കളെ? P പ്ലസ് AN²/V², V - NP which is equal to NRT. മനസ്സിലായല്ലോ? അപ്പൊ PV is equal to NRT എന്നാണ്. P എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? P പ്ലസ് AN²/V² into V - NP which is equal to NRT. മനസ്സിലായല്ലോ? അപ്പം ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വാണ്ടർവാൾസ് കൊണ്ടുവന്ന ഇക്വേഷൻ. P പ്ലസ് AN²/V² into V - NP is equal to NRT. AN²/V² വിളിക്കുന്ന പേര് പ്രഷർ കറക്ഷൻ, NP നെ വിളിക്കുന്ന പേര് വോളിയം കറക്ഷൻ. വിയുടെ കൂടെയാണ് വോളിയം കറക്ഷൻ, ഇത് പിയുടെ കൂടെയാണ് പ്രഷർ കറക്ഷൻ. അറിയാലോ? പി എന്ന് പറഞ്ഞാൽ പ്രഷർ, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, വി വോളിയം, R എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ. നോക്കിയേ, ഈ എയും ബിയും ഇവിടെ എക്സ്ട്രാ ആയിട്ടുള്ള എയും ബിയും, എനെയും ബിനെയും വിളിക്കുന്ന പേരാണ് വാണ്ടർവാൾസ് കോൺസ്റ്റന്റ് എന്ന് പറയും. എനെയും ബിനെയും വിളിക്കുന്ന പേരാണ് വാണ്ടർവാൾസ് കോൺസ്റ്റന്റ്. ഓർത്ത് വെക്കുക എന്താണ് വാണ്ടർവാൾസ് കോൺസ്റ്റന്റ്, എയും ബി. അപ്പൊ നോക്കിയാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. N²/A/V² വിളിക്കുന്ന ഒരു പ്രഷർ കറക്ഷൻ, NB നെ വിളിക്കുന്ന പേര് വോളിയം കറക്ഷൻ. കേട്ടോ? ഈ N²/V² പ്രഷറും, NB എന്ന് പറഞ്ഞാൽ വോളിയം കറക്ഷൻ. നോക്കിയാൽ മക്കളെ, ഈ എയും ബിയും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. എ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു 2 ഡീവിയേഷൻ, 2 തെറ്റുകൾ. ഒരെണ്ണം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, മറ്റേത് വോളിയം അല്ലെ. ഈ എ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് വിത്തിൻ ദ ഗ്യാസ് മോളിക്യൂൾ. അതായത് ഗ്യാസ് മോളിക്യൂൾസിനകത്തുള്ള അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ടല്ലോ, അതിന്റെ മെഷർമെന്റ്. മെഷർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ്. ഒരെണ്ണം ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലായിരുന്നോ തെറ്റ്? അപ്പം അതെന്ത് ചെയ്യും? ഈ എ എന്ന് പറയുന്ന സാധനം ഇറ്റ് മെഷേഴ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പൊ എ മനസ്സിലാക്കണം. എയുടെയും ബിയുടെയും സിഗ്നിഫിക്കൻസ് ചോദിക്കാം, പഠിച്ചു വെച്ചു. എ എന്ന് പറയുന്നത് ഇറ്റ് മെഷേഴ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് വിത്തിൻ ദ മോളിക്യൂൾ. ഇതിന്റെ യൂണിറ്റ് കൂടെ ഓർത്ത് വെക്കുക, ലിറ്റർ സ്ക്വയർ ATM/മോൾ സ്ക്വയർ. മനസ്സിലായല്ലോ?
ലിറ്റർ എന്ന് പറഞ്ഞാൽ വോളിയം. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയല്ലേ, വി സ്ക്വയർ എൻ ബൈ എൻ എ സ്ക്വയർ ബൈ വി സ്ക്വയർ എന്നല്ലേ, അതിനകത്ത് നിന്നാണ് ഒപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓർക്കുക, ലിറ്റർ സ്ക്വയർ ATM ബൈ മോൾ സ്ക്വയർ. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് പാർട്ടിക്കിൾ. അത് എന്തിനാ റിലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് റിലേറ്റ്സ് വോളിയം ഓഫ് പാർട്ടിക്കിൾ. ഇതിന്റെ യൂണിറ്റ് ലിറ്റേഴ്സ് പെർ മോൾ. ലിറ്റേഴ്സ് പെർ മോൾ. കാരണം NB എന്നല്ലേ, മനസ്സിലായല്ലോ? അത് വെച്ചിട്ടാണ് V is equal to NB. നമ്മുടെ +1 ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ വെച്ചിട്ട്, അതായത് നമ്മുടെ ഡയമെൻഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇതിന്റെ ഇക്വേഷൻ അല്ല, ഇതിന്റെ യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ A എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ്. ഓർത്ത് വെക്കുക, അതിന്റെ ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിനെ മെഷർ ചെയ്യും. B എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഓഫ് പാർട്ടിക്കിൾസിനെ മെഷർ ചെയ്യും. യൂണിറ്റ് എന്താ? ലിറ്റർ സ്ക്വയർ ATM പെർ മോൾ സ്ക്വയർ. ബിയുടെ ലിറ്റർ പെർ മോൾ. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. വാണ്ടർവാൾസ് ഇക്വേഷൻ എന്താണെന്ന് ഓർക്കുക. അതിന്റെ പ്രഷർ കറക്ഷനും വോളിയം കറക്ഷനും നോക്കുക. എയും ബിയും എന്താണ് റിലേറ്റ് ചെയ്യുന്നത് നോക്കുക. ഈ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ ഉണ്ട്. എന്താണ് ബോയിൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന വേറെ പേരാണ് എന്ത്? ബോയിൽ പോയിന്റ്. നോക്കിയേ, ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. റിയൽ ഗ്യാസ് എന്ത് ഒബേ ചെയ്യുന്ന? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പൊ ടെമ്പറേച്ചറിനാണല്ലോ റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നത്, ആ ടെമ്പറേച്ചറിന് വിളിക്കുന്ന പേരാണ് ബോയിൽ ടെമ്പറേച്ചർ. ഓവറാൾ അപ്രീഷ്യബിൾ റേഞ്ച് ഓഫ് പ്രഷർ. ഏത് പ്രഷർ വേണമെങ്കിലും ആവാം അല്ലെ, പക്ഷേ ടെമ്പറേച്ചർ എന്തായിരിക്കണം? ഏത് ടെമ്പറേച്ചറിലാണോ റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നത്, അതിന് വിളിക്കുന്ന പേരാണ് ബോയിൽ ടെമ്പറേച്ചർ ഓവർ ആൻ അപ്രീഷ്യബിൾ റേഞ്ച് ഓഫ് പ്രഷർ. മനസ്സിലായല്ലോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ബോയിൽ പോയിന്റ് അല്ലെങ്കിൽ ബോയിൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കും. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ മനസ്സിലായല്ലോ എന്താണ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓവർ ആൻ അപ്രീഷ്യബിൾ റേഞ്ച് ഓഫ് പ്രഷർ. മനസ്സിലായല്ലോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പ്രഷർ, ബോയിൽ പോയിന്റ് എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? മക്കളെ, നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഇത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 5.5 ഗ്രാം പെർ ലിറ്റർ ആണ് അല്ലെ. പ്രഷർ എത്രയാ? 2 ബാർ തന്നിട്ടുണ്ട്. അപ്പൊ പ്രഷർ 2 ബാർ. കാൽക്കുലേറ്റ് മോളാർ മാസ് കണ്ടുപിടിക്കണം. അപ്പം കേൾക്കുമ്പോഴേ അറിയാം ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതൊക്കെ മനസ്സിലായി. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? 0.083 അല്ലെ. യൂണിറ്റ് ഒക്കെ എഴുതുന്നില്ല. നോക്കിയേ, ടെമ്പറേച്ചർ എത്രയാന്നിരിക്കുന്നത്? 25 ഡിഗ്രി സെൽഷ്യസ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ബാർ ഓക്കെ, ലിറ്റർ ഓക്കെ, മോളാണ് അതുകൊണ്ട്, പക്ഷെ കെൽവിനിലാണ് ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. 25 ഡിഗ്രി സെൽഷ്യസിന് എങ്ങനെയാ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? 273 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 298 കെൽവിൻ എന്ന്. മനസ്സിലായല്ലോ? അപ്പൊ എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കെൽവിന് ചെയ്യുക 298 കെൽവിൻ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? മോളാർ മാസ് അല്ലേ. നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയാലോ അല്ലെ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സോറി, ഡെൻസിറ്റി അല്ല, നമ്മൾ എടുത്തിരിക്കുന്ന എമ്മിന്റെ ഇക്വേഷൻ അറിയാലോ നമുക്ക്. എമ്മിന്റെ ഇക്വേഷൻ എന്താ? M is equal to DRT by P എന്നാ. M is equal to DRT by P. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ മോളാർ മാസ്. ഡിയുടെ സ്ഥാനത്ത് ഡെൻസിറ്റി 5.5, R എത്രയാ? 0.083, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 298 ഡിവൈഡഡ് ബൈ P. P എന്ന് പറയുന്നത് എത്രയാ? പ്രഷർ 2 bar. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 68.02 കിട്ടും. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. 68.02 എന്താണ് യൂണിറ്റ്? മാസ് അല്ലേ. അപ്പൊ ഗ്രാംസ് പെർ മോൾ എന്താ? ഗ്രാംസ് പെർ മോൾ. അപ്പൊ 68.02 കിലോ കെ ഇല്ല, 68.02 ഗ്രാംസ് പെർ മോൾ. ഇതാണ് നമ്മൾ എന്ത് കിട്ടിയത്? മാസ് കിട്ടുന്നത്, മോളാർ മാസ്. മക്കൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നോക്കി ചോദിക്കാൻ ചാൻസ് ഉള്ളത് പ്രഷറും ടെമ്പറേച്ചറും. അതായത് നമ്മുടെ P1 V1 is equal to P2 V2. ആ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചോദിക്കാം. അല്ലെങ്കിൽ V1 by T1 is equal to V2 by T2. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള, +2 അല്ല 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള. അപ്പൊ ആ ജസ്റ്റ് ഒന്ന് ആ നോട്ട് ആണെങ്കിലും നോക്കിയാൽ മതി കേട്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ വേറെന്താ? P1 V1 by T1 is equal to P2 V2 by T2. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ്. തിയറി പാർട്ട് എല്ലാം നമ്മൾ ഓൾറെഡി കറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറയണമെന്നില്ല. കാരണം എന്നതാ, ഈ തിയറി തന്നെ എന്താണ് ബോയിൽസ് പോയിന്റ്, എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ, അതിന്റെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ കംപ്രസിബിലിറ്റി ഫാക്ടർ എത്രയാണ്, അല്ല ഐഡിയൽ ഗ്യാസിന്റെ കംപ്രസിബിലിറ്റി ഫാക്ടർ എത്രയാണ്, അങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയാണോ? എന്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. ഇപ്പൊ ലോസ് ചോദിച്ചിട്ടുണ്ട്, കംപ്രസിബിലിറ്റി ഫാക്ടർ, ബോയിൽ പോയിന്റ്, ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ വാണ്ടർവാൾസ് ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്, എ എന്താ ബി എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. സോ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു വീഡിയോ മാത്രം ഇനഫ്. അതിന്റെ പ്രോബ്ലംസ് വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ചെയ്ത് നോക്കൂ. അതിന്റെ ഒക്കെ ആവശ്യമുള്ള മക്കളെ. അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചു.
നന്നായിട്ട് വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും കാരണം ഇടക്കത്തിലത്തെ പോയിന്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പം സ്കിപ്പ് ചെയ്യുമ്പോൾ മിസ്സായി പോകും. സോ അങ്ങനെ മിസ്സാവരുത്. എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ എന്താ പറയുന്നത്, നന്നായിട്ട് പഠിക്കാൻ മക്കളെ. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. +2 എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാം. ഒരു ടെൻഷനും ഇല്ലാതെ എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാം. പക്ഷെ എനിക്കിപ്പോ ഇതിനുണ്ട് ഒരു 30 ശരിക്കും 36 മാർക്കാണ് ഡബിൾ പാസിന് വേണ്ടത്. നമുക്കൊരു 24 മാർക്കാണെങ്കിൽ നമുക്ക് ടെൻഷൻ, അടുത്ത വർഷം കിട്ടുമോ ഇല്ലെന്ന്. പക്ഷെ ആ 36 കിട്ടിയാൽ എന്താ, അടുത്ത വർഷം തോക്കത്തില്ല എന്നുള്ള ഒരു ഇതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ ആ ഒരു പവറാണ് നമുക്ക് വേണ്ടത് അല്ലെ. അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് നമ്മൾ പോകണം. അതേപോലെ തന്നെ എന്താ, ഫുൾ മാർക്ക് തന്നെ മേടിച്ചെടുക്കാവുന്ന പരീക്ഷകളാണ് ഇപ്രാവശ്യം അല്ലെ. എത്ര പേർക്ക് +2 ഫുൾ മാർക്ക് കിട്ടേ, അതേപോലെ എന്ത് ചെയ്യാം, നമുക്കും മേടിച്ചെടുക്കാം. സോ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടുക. എന്ത് ചെയ്യാം, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരേക്കും എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.